നമസ്കാരം. വൈദ്യുതി നിരക്ക് വർധന ഇരുട്ടടിയെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വിശദീകരണവുമായി KSEB. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 2024 ഡിസംബർ 5 മുതൽ പ്രാബല്യത്തോടെ പ്രഖ്യാപിച്ച താരിഫ് ഉത്തരവ് പ്രകാരം വൈദ്യുതി നിരക്കിൽ നാമമാത്രമായ വർധനവ് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് KSEB വിശദീകരണം. ഓരോ വിഭാഗങ്ങൾക്കും വരുന്ന വർധനയെക്കുറിച്ചുള്ള KSEBയുടെ വിശദീകരണം ഇങ്ങനെയാണ്. 1. 2024-2025 സാമ്പത്തിക വർഷത്തിൽ യൂണിറ്റിന് ശരാശരി 16.94 പൈസയുടെയും 2025-26 വർഷത്തിൽ 12.68 പൈസയുടെയും മാത്രം വർധനവാണ് വരിക. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 2024-25 3.56%-ന്റെയും 2025-26 3.2%-ന്റെയും വർധനമാണ് വരുത്തിയിട്ടുള്ളത്. LT വ്യാവസായിക ഉപഭോക്താക്കൾക്കാകട്ടെ 2024-25 2.31%-വും 2025-26 1.29%-വുമാണ് വർധനവുണ്ടാവുക. HD വ്യാവസായിക ഉപഭോക്താക്കളുടെ പരമാവധി വർധനവ് 1.20%-വുമാണ്. മൂന്നാമതായി, ഗാർഹിക വിഭാഗം ഉപഭോക്താക്കളിൽ പ്രതിമാസം 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നിരക്ക് വർധനയില്ലാതെ 1.50 രൂപ നിരക്കിൽ തുടർന്നും വൈദ്യുതി ലഭ്യമാകും. 32,000 ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ ഉണ്ടെങ്കിൽ പ്രതിമാസം 100 യൂണിറ്റ് വരെയുള്ള ഉപയോഗത്തിന് താരിഫ് വർധനവില്ല. ഈ വിഭാഗത്തിന്റെ കണക്റ്റഡ് ലോഡ് പരിധി 1000 വാട്ടിൽ നിന്ന് 2000 വാട്ടായി ഉയർത്തിയിട്ടുമുണ്ട്. നാലാമതായി, 50 യൂണിറ്റ് വരെ പ്രതിമാസം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജിൽ 5 രൂപയുടെയും എനർജി ചാർജിൽ 5 പൈസയുടെയും വർധനവാണ് വരുത്തിയിട്ടുള്ളത്. അതായത് ആകെ പ്രതിമാസ വർധനവ് 10 രൂപ മാത്രമാണ്. പ്രതിദിന വർധനവ് 26 പൈസയുമാണ്. ഏകദേശം 26 ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളാണ് ഈ വിഭാഗത്തിലുള്ളത്. അഞ്ചാമതായി, 250 യൂണിറ്റ് വരെ പ്രതിമാസ ഉപയോഗം ഉള്ളവർക്ക് 5 മുതൽ 15 രൂപ വരെയാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. എനർജി ചാർജിൽ 10 പൈസ മുതൽ 30 പൈസ വർധനവ് വരുത്തിയിട്ടുണ്ട്. 250 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവിനുണ്ടാകുന്ന വർധനവ് 48 രൂപയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ടൈം ഓഫ് ഡേ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും. ഇവരുടെ പകൽ സമയത്തെ എനർജി ചാർജിൽ 10% ഇളവ് നൽകും. വീടിനോട് ചേർന്ന് ചെറു വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന വീട്ടമ്മമാർക്കുൾപ്പെടെ പകൽ വൈദ്യുതി നിരക്ക് കുറയുന്നത് സഹായകരമാകും. 5 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഏഴാമതായി, വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജിൽ വർധനവില്ല. മീറ്റർ വാടകയും വർദ്ധിപ്പിച്ചിട്ടില്ല. 8. LT വ്യാവസായിക ഉപഭോക്താക്കൾക്ക് പകൽ സമയത്ത് എനർജി ചാർജിൽ 10% കുറവ് വരുത്തും. ഈ വിഭാഗം ഉപഭോക്താക്കൾക്ക് താരിഫിൽ വർധനവുണ്ടാകുമെങ്കിലും പകൽ സമയത്തെ TOD നിരക്കിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളതിനാൽ പ്രതിമാസ വൈദ്യുതി ചാർജിൽ കുറവ് വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആകെയുള്ള 107.36 ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളിൽ പ്രതിമാസം 150 യൂണിറ്റിൽ കുറഞ്ഞ ഉപയോഗമുള്ള ഉപഭോക്താക്കളുടെ പ്രതിദിന വർധനവ് 1.6 രൂപയിൽ താഴെയാണ്. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല. 9. വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾക്കുള്ള ഫിക്സഡ് ചാർജ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ക്ഷണിച്ചു വരുത്തും. 10. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം 180 യൂണിറ്റ് വരെ 1.5 രൂപ നിരക്കിലും ക്യാൻസർ ബാധിച്ചതോ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചതോ ആയ വ്യക്തി അംഗമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ 1.5 രൂപ നിരക്കിൽ വൈദ്യുതി നൽകി വരുന്നു. 72 ലക്ഷത്തിലേറെ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രതിമാസം വരുന്ന വർധന 10 രൂപയാണ്. പ്രതിമാസം 30 യൂണിറ്റ് വരെ ഉപയോഗമുള്ള 500 വാട്ട്സിൽ താഴെ കണക്റ്റിലോടുള്ള സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഗവൺമെന്റ് സബ്സിഡി നൽകുന്ന വൈദ്യുതി സൗജന്യമായിട്ടാണ് നൽകി വരുന്നത്. കൂടാതെ പ്രതിമാസം 41 മുതൽ 50 യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഗവൺമെന്റ് സബ്സിഡിയായി വൈദ്യുതി യൂണിറ്റ് 1-ന് 1.50 രൂപ നിരക്കിൽ നൽകി വരുന്നു. ലോ ടെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന കാർഷിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 85 പൈസ നിരക്കിലാണ് സബ്സിഡി നൽകുന്നത്. എല്ലാ വിഭാഗത്തിലുമായി ഏകദേശം 76 ലക്ഷം ഉപഭോക്താക്കൾക്ക് വിവിധങ്ങളായ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 2006 ദേശീയ വൈദ്യുതി നയമനുസരിച്ച് ഇപ്രകാരം അംഗീകരിക്കപ്പെട്ട വരുമാന കമ്മി ഏറിയ പക്ഷം 7 വർഷം കൊണ്ട് അതിന്റെ പലിശ ഉൾപ്പെടെ നികത്തി അടയ്ക്കേണ്ടതുണ്ട്. ഈ മുൻകാല കമ്മി കുറഞ്ഞൊരളവിലെങ്കിലും നികത്തി ഇല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കും. കൂടാതെ കൺട്രോൾ പീരിയഡ് കാലയളവിൽ വിവിധ കാരണങ്ങളാൽ വർദ്ധിച്ചു വരുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ, ആവശ്യം നടത്തപ്പെടേണ്ട പ്രവർത്തന മൂലധന നിക്ഷേപ പ്രവർത്തികൾക്കുള്ള ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. അതിനാൽ ആവശ്യം വേണ്ട നിയമാനുസൃതമായ ചെലവുകൾ നിറവേറ്റുന്നതിനും സ്ഥാപനത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനും വേണ്ടിയാണ് താരിഫ് പരിഷ്കരണം നിർദ്ദേശിക്കാൻ നിർബന്ധിതമായതെന്നും KSEB വ്യക്തമാക്കുന്നു.